ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പ്യുർ കൗ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ഇട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കാഷ്യൂനട്ടും റൈസിൻസും നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് അതിൻ്റെ അളവൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ 25 ഗ്രാം വീതമാണ് രണ്ടും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിരുന്ന സമയത്ത് കാഷ്യൂനട്ടൊന്ന് കവരി മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് റൈസിൻസ് ഉണക്കമുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അത് ഇതുപോലെ ഒന്ന് വീർത്ത് വരുന്ന സമയത്ത് അതും കോരി മാറ്റി വെക്കുക. ഇനി ഇതേ ഗീയിലേക്ക് തന്നെ നമുക്ക് ബനാന ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ അരക്ക് കുക്ക് ചെയ്തെടുത്ത ശേഷം അതും ഒന്ന് കോരി മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ടുള്ള മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ബനാനക്ക് 4 മുട്ട എന്നുള്ള കണക്കിലാണ് കേട്ടോ എടുക്കേണ്ടത്. പിന്നെ ഒരു 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്തു. 1/4 കപ്പ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, ആ ഒരു മധുരം മുന്നോട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഏലക്ക ചേർക്കാം, അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ചേർക്കാം. പിന്നെ അതൊന്നും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അല്പം വാനില എസൻസും ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ബനാന ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു പഴയൊരു പാനോ അല്ലെങ്കിൽ ഇതുപോലെ പത്തിരിക്കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിരിക്കുന്ന ഒരു പാൻ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിലൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലേക്കൊരു അല്പം നെയ്യ് ചേർത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പറയുകയാണ്, ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. എല്ലാം സെറ്റ് വെച്ച ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പാൻ ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പം ഇതിൻ്റെ മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും ഇട്ടിട്ട് ഇതിനൊന്ന് ഗാർണിഷ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ അല്പം വേവ് കൂടി പോയിട്ടോ, ഇതിലേറെ ഒന്നും കൂടെ ആവുന്നതിന് മുന്നേ തന്നെ ഒന്ന് ഗാർണിഷ് ചെയ്യുകയാണെങ്കിൽ നല്ല സെറ്റിൽ കിട്ടുമേ. അപ്പോൾ ഗാർണിഷ് കൂടെ കഴിഞ്ഞ ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം കൂടെ കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്ക് എല്ലാം സെറ്റാവും. അപ്പോൾ അതേ നമ്മുടെ ഇത് ടോട്ടലായിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ളത് 20 മിനിറ്റാണ്. 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് ഗാർണിഷ് ചെയ്യുക. പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അടിയൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതിപ്പോൾ നമുക്ക് കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പീസായിട്ട് നമുക്കിതിനെ ഷെയർ ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.